ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേയും ഒരുപാട് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ അടിപൊളിയാക്കിയിട്ടുമുണ്ട്. അതുപോലുള്ള ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ പറയുന്നതല്ല, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന 10 മിനിറ്റിനകം നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു വെയിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെയിലിൻ്റെ സാന്നിധ്യം ഉണ്ട് നമ്മുടെ വീഡിയോസിൽ. അങ്ങനെ ഞാൻ എടുത്തു വെച്ച പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു താഴത്തെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കട്ട് ചെയ്തപ്പോൾ കുളമായി പോയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളാരും അത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരേ ലെവലാവാൻ വേണ്ടിയിട്ട് ഒരുപോലെ ഒന്ന് നമ്മുടെ കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാർ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതുപോലെ ട്രൈ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമ്മുടെ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. കീറാനല്ല, നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുളുക്കിയെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുളുക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് രണ്ടെണ്ണം നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ കെട്ട് കമ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവർ മേക്കിംഗ് വയറൊക്കെ ഉണ്ടാവും, ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും, അതുള്ളവർ അതെടുക്കുക. അത് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 കെട്ട് കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു യെല്ലോ കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ്. എൻ്റെ കയ്യിൽ കിട്ടുന്ന ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും ഞാൻ കളയാറില്ല. പ്ലാസ്റ്റിക് കവർ മാത്രമല്ല, ഒട്ടുമിക്ക ഐറ്റംസ് ഞാൻ കളയാറില്ല. പണ്ടേ ആക്രിയോടാണ് പ്രണയം. ഇതുപോലുള്ള പണ്ടേയുള്ള ഇത് എന്നാണോ കളക്ഷൻ, അതായത് ഞാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരു 3-ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. ഇതുപോലുള്ള ആക്രി കൂട്ടിപ്പിറക്കി വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് എന്ന് ദേഷ്യം വന്നാലും അമ്മ എടുത്ത് കത്തിച്ച് കളയാനേ പറയാറുള്ളൂ. പക്ഷെ ഞാൻ അതൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉപകാരമായി. എന്ന് പറഞ്ഞിട്ട് അമ്മയെ കളക്ട് ചെയ്ത് വെച്ചതല്ല, ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കളക്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു കവറ്. കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കവറുകൾ ഒരുപാടുണ്ട് കയ്യിൽ. പിന്നെ അതുകൂടായിട്ട് ഞാൻ കേരി ബാഗ്, കോട്ടൺ കേരി ബാഗിൻ്റെ ഉള്ള കളക്ഷൻ ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ പല കളേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ ആ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, ഒരു യെല്ലോ കളറിൻ്റെ അകത്ത് ടിഷ്യൂ പേപ്പർ ഒന്ന് ബോൾ പോലെ ആക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കെട്ട് കമ്പിയും കൂടെ ഒന്ന് വച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചുളുക്കി ആദ്യം കട്ട് ചെയ്ത് വെച്ച ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുളുക്കി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു മെത്തേഡിലാണ് ചുളുക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുത്ത ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ലൈറ്റ് പിങ്ക് ആകുമ്പോൾ ഏതാണ്ട് ഒരു ബ്ലസം ടൈപ്പിലൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതാണ്ട് അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള പൂവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഒരൊറ്റ ബഞ്ച് മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളേ. അങ്ങനെ അത്രയും കെട്ടിയിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് താഴ്ഭാഗം ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? നല്ല സിമ്പിളല്ലേ? ഇത്രയും ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവറിൽ ഇനി ഉണ്ടാക്കി വെക്കാം, പക്ഷേ അതിൻ്റെ ബാലൻസ് ഇനിയും ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം.
ഇതിന് മുന്നേ ആയിട്ട് ഈ ഫ്ലവർ ബഞ്ചിൻ്റെ മുകളിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബഡ് പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഈ ഒരു കെട്ടുകമ്പിയുടെ ഉള്ളിലോട്ട് വെച്ചിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഞാൻ 3 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരു തണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ തണ്ടുകളിലും ഇതുപോലൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു, രണ്ടാമത്തെ 2 സൈഡിലായിട്ട് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ മെത്തേഡിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഗ്രീൻ ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നവർ എന്തായാലും ഒരുപാട് ഉണ്ടാക്കാൻ നോക്കണേ. ഇതൊന്നും മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരുപാട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കൂട്ടുകാർ ഇതേ പ്ലാസ്റ്റിക് കവറിൽ സിമ്പിളായിട്ട് നമ്മളൊരു ബഞ്ച് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.